നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാടനപ്പള്ളിയിൽ സുഹൃത്ത് സഹപ്രവർത്തകനെ കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ടും തലക്കടിച്ചും കൊലപ്പെടുത്തി. ഇരിങ്ങാലക്കുട ചേലൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയവരുടെ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചു. പാലപ്പിള്ളി കാരിക്കുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ആളൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെ കോടാലി 3 മുറിയിൽ നിന്ന് പിടികൂടി. അശ്ലീല ചിത്രങ്ങൾ അയച്ചുകൊടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. ബാറിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ആക്രമിച്ചു. 7 പേർ അറസ്റ്റിൽ. പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ആക്രമണം. 2 പേർ അറസ്റ്റിൽ. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു ടേണിൽ കാർ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഒള്ളൂർ ചുട്ടുപൊള്ളുന്നു. UV സൂചിക യെല്ലോ അലർട്ടിൽ. കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. വാടാനപ്പള്ളിയിൽ സുഹൃത്ത് സഹപ്രവർത്തകനെ കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ടും തലക്കടിച്ചും കൊലപ്പെടുത്തി. തൃത്തല്ലൂർ മുളു ബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറേത്തറ വീട്ടിൽ ദാമോദരക്കുറുപ്പിന്റെ മകൻ 40 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഹൃത്ത് അനിൽകുമാറിനെ താഴേക്ക് തള്ളിയിടുകയായിരുന്നു. തുടർന്ന് കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. സുഹൃത്ത് തന്നെയാണ് വിവരം ഉടമയെ അറിയിച്ചത്. തുടർന്ന് ആംബുലൻസിൽ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കൊലപാതകത്തിൽ സഹപ്രവർത്തകനായ സ്ഥാപനത്തിലെ ജോലിക്കാരൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി 39 വയസ്സുള്ള ഷാജു ചാക്കോയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മദ്യലഹരിയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസിലേക്ക് വിളിച്ചു പറയുകയും പിന്നീട് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, സുനിൽകുമാറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടൻ ഉടനെ പോലീസിലേക്ക് അറിയിച്ചു, ഇങ്ങനെ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി പോലീസുകാർ ഇവിടെ എത്തുകയും എത്തിയതിനു ശേഷം ചേട്ടൻ എത്തുകയും ചെയ്തു. ചേട്ടൻ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരമാണ്. ചേട്ടൻ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ നോക്കുമ്പോൾ താഴെയാണ് ഈ അനി കിടക്കുന്നത്. പക്ഷേ പോലീസുകാരപ്പോൾ നോക്കുമ്പോൾ അനി മരിച്ചിട്ടില്ല എന്നാണ് അറിവ്. ഇരിങ്ങാലക്കുട ചേലൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയവരുടെ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചൊവ്വാഴ്ച രാവിലെ 9:45ഓടെയാണ് അപകടം നടന്നത്. കൂരിക്കുഴി സ്വദേശികളായ 2 പേർ ഇരിങ്ങാലക്കുടയിൽ നിന്നും പടക്കം വാങ്ങി പോകുന്നതിനിടയിൽ പെട്രോൾ അടിക്കാൻ ചേലൂരിലുള്ള പെട്രോൾ പമ്പിൽ കയറിയതായിരുന്നു. ബൈക്കിന്റെ ഹാൻഡിൽ ബാറിൽ തൂക്കിയിട്ടിരുന്ന പടക്കങ്ങൾ എഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള ചൂടേറ്റ് കവറുരുകി പൊട്ടിത്തെറിക്കുകയായിരുന്നു. പെട്രോൾ പമ്പ് ജീവനക്കാരൻ പെട്രോൾ അടിക്കുന്നതിനായി പൈപ്പ് എടുക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി നടന്നത്. ബൈക്ക് മറിഞ്ഞ് വീണെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം സാധിച്ചു. എക്സ്പ്ലോസീവ് സാധനങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന് ബൈക്ക് ഓടിച്ചിരുന്ന കയ്പമംഗലം സ്വദേശികളായ മോഹനൻ, പുറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ കേസെടുത്ത് ഇരിങ്ങാലക്കുട പോലീസ് ജാമ്യത്തിൽ വിട്ടു. പാലപ്പിള്ളി കാരിക്കുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ചൊക്കന റോഡിൽ കാരികുളം ഡിസ്പെൻസറിക്ക് സമീപത്തെ തെങ്ങിൻ തോട്ടത്തിലാണ് ആന ഇറങ്ങിയത്. റോഡിനോട് ചേർന്നുള്ള പറമ്പിൽ മണിക്കൂറുകളോളമാണ് ആന നിലയുറപ്പിച്ചത്. വാഹനയാത്രക്കാർക്ക് നേരെ ആന പാഞ്ഞെടുക്കുമോ എന്ന ഭീതിയും നാട്ടുകാർക്കുണ്ടായി. വനപാലകരും നാട്ടുകാരും ചേർന്ന് വൈകിട്ടോടെയാണ് ആനയെ കാടുകയറ്റിയത്.
ജനവാസ മേഖലയിൽ മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വേനൽ കടുത്തതോടെ നാട്ടിലിറങ്ങുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ആളൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെ കോടാലി 3 മുറിയിൽ നിന്ന് പിടികൂടി. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയ കോടാലി സ്വദേശി പുത്തൻ വീട്ടിൽ 28 വയസ്സുള്ള ഗോപാൽ എന്നയാളെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നിർദ്ദേശപ്രകാരം ആളൂർ SI M അഫ്സലും സംഘവും പിടികൂടിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടുമുറ്റത്ത് കുട്ടികൾ കളിക്കുന്നിടത്തേക്ക് വന്ന് ഇവിടെ മുതിർന്നവർ ആരുമില്ലേ, ഒരു വാടക വീട് അന്വേഷിച്ച് വന്നതാണെന്ന് പരിചയപ്പെടുത്തിയ ഇയാൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞയുടനെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. സംഭവശേഷം പല ഉൾവഴികളിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെട്ട ഇയാളെ ഞായറാഴ്ച രാത്രി കോടാലി 3 മുറിയിൽ നിന്നാണ് പിടികൂടിയത്. ഇയാൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ഗോപാലിനെ റിമാൻഡ് ചെയ്തു. പോക്സോ വകുപ്പ് ഉൾപ്പെടെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ആളൂർ SI M അഫ്സൽ, ASI VM മിനിമോൾ, സീനിയർ CPO ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അശ്ലീല ചിത്രങ്ങൾ അയച്ചുകൊടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമാന പ്രായക്കാരിയായ പെൺകുട്ടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാട്സ്ആപ്പ് വഴി പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷം അശ്ലീല ചിത്രങ്ങൾ അയച്ചുകൊടുത്ത കോണത്തുകുന്ന് ചിലങ്ക സ്വദേശിയായ തരുപീടികയിൽ 43 വയസ്സുള്ള ഷാനവാസ് എന്നയാളെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ SHO ഷാജൻ MS, SI ക്ലീറ്റസ്, ASIമാരായ മെഹറുന്നീസ, ഉമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബാറിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ആക്രമിച്ചു. 7 പേർ അറസ്റ്റിൽ. അറവുശാല ചാന്ദവി ബാറിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരനെയും മറ്റ് സ്റ്റാഫുകളെയും ആക്രമിച്ച കേസിൽ 7 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് ദേശത്ത് കാര്യപ്പറമ്പിൽ വീട്ടിൽ അമൽ, വലപ്പാട് കളരിക്കൽ വീട്ടിൽ ആദർശ്, നാട്ടിക ബീച്ച് പുളിക്കൽ വീട്ടിൽ എബൽ, വലപ്പാട് ഡിസ്കോ സെന്റർ ചാണാടിക്കൽ വീട്ടിൽ അഖിൻ കൃഷ്ണ, നാട്ടിക വില്ലേജിൽ തൃപ്രയാർ കളരിക്കൽ വീട്ടിൽ അഭിഷേക്, നാട്ടിക ബീച്ച് ദേശത്ത് പാണാട്ടുകയിൽ വീട്ടിൽ മുഹമ്മദ് ഹസൻ, വലപ്പാട് അഞ്ചലശ്ശേരി വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷു ദിവസം പുലർച്ചെ 1:30 ഇവർ ഇരുമ്പ് പൈപ്പുകൾ കൈവശം വെച്ച ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ജയന്തനെ മർദ്ദിക്കുകയും ബാറിൽ അതിക്രമിച്ചു കയറി സ്റ്റാഫുകളെ ആക്രമിച്ചെന്നുമാണ് കേസ്. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 7 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കയ്പമംഗലം സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജെയ്സൺ, മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻവറുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, ശ്യാംകുമാർ, ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ആക്രമണം, 2 പേർ അറസ്റ്റിൽ. പടക്കം പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കയ്പമംഗലം പുന്നയ്ക്കച്ചാൽ മാടത്തിങ്കൽ വീട്ടിൽ ലാലു, കയ്പമംഗലം കൈതവളപ്പിൽ വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 13 രാത്രി 10 മണിയോടെ അക്ഷയും സുഹൃത്ത് ആദിത്യനും ബീച്ചിന് സമീപം പടക്കം പൊട്ടിച്ചതിന്റെ വിരോധത്തിൽ ലാലു അക്ഷയെയും ആദിത്യനെയും പിടിച്ചു തള്ളുകയും ലാലുവിന്റെ കൂടെയുണ്ടായിരുന്ന ഒരാൾ ആദിത്യനെ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ലാലു തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് കത്തിയുമായി വന്ന് വീശുകയും അക്ഷയുടെ ഷോൾഡറിൽ ഗുരുതരമായ പരിക്ക് പറ്റുകയുമായിരുന്നു. തടയാൻ വന്ന ആദിത്യന്റെ കഴുത്തിൽ വെട്ടി ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ലാലുവിനെ മർദ്ദിക്കുകയും ലാലുവിന്റെ ഭാര്യയെ ചവിട്ടുകയും ചെയ്ത സംഭവത്തിലാണ് അക്ഷയ് അറസ്റ്റിലായത്. കയ്പമംഗലം CI KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജെയ്സൺ, മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻവറുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, ശ്യാംകുമാർ, ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ കാർ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചെങ്ങാലൂർ സ്വദേശി വിജിലൻ, യാത്രക്കാരനായ ചെങ്ങാലൂർ ഒല്ലൂക്കാരൻ വീട്ടിൽ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 അപകടം.
ചെങ്ങാലൂർ ഭാഗത്തു നിന്ന് വന്ന ഓട്ടോ യു ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിലേക്ക് കയറിയ ഓട്ടോ റോഡിലേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് ചോർന്ന ഇന്ധനം ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. ഒല്ലൂർ ചുട്ടുപൊള്ളുന്നു, UV സൂചിക യെല്ലോ അലർട്ടിൽ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തൃശൂരിൽ UV സൂചിക യെല്ലോ അലർട്ടിൽ. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒല്ലൂരിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയുടെ നിരക്ക് പ്രകാരം 6ലേക്കാണ് ഉയർന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുക, OP സമയം കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ച ധർണ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് അക്കര ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേബ് ചെരടായി സ്വാഗതം പറഞ്ഞു. നേതാക്കളായ മോളി ജോസഫ്, ബിജു കുന്നേൽ, തോമസ്, അലിക്കുട്ടി, ജോജോ, ഷൈജു, ലൈസ, സുഹറ, മമ്മി, തങ്കച്ചൻ, രാജൻ, അജയൻ, മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 95 രൂപ കൂടി ഗ്രാമിന് 8815 രൂപ, പവന് 70,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടനപ്പള്ളിയിൽ സുഹൃത്ത് സഹപ്രവർത്തകനെ കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ടും തലക്കടിച്ചും കൊലപ്പെടുത്തി. ഇരിങ്ങാലക്കുട ചേലൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയവരുടെ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചു. പാലപ്പിള്ളി കാരിക്കുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ആളൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെ കോടാലി 3 മുറിയിൽ നിന്ന് പിടികൂടി. അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. ബാറിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ആക്രമിച്ചു, 7 പേർ അറസ്റ്റിൽ. പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ആക്രമണം, 2 പേർ അറസ്റ്റിൽ. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു ടേണിൽ കാർ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഒല്ലൂർ ചുട്ടുപൊള്ളുന്നു, UV സൂചിക യെല്ലോ അലർട്ടിൽ. കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.